മൊബൈൽ ഫോണുകളില്ല, ഇന്റർനെറ്റ് കണക്ഷനില്ല, സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാർക്കോ വിശ്വസ്തരായ ഉദ്യോഗസ്ഥർക്കോ നേരിട്ട് വന്ന് കാണാൻ അനുവാദമില്ല. ഇങ്ങനെ ഒരാൾക്ക് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മിസൈലുകളും ആണവായുധങ്ങളുമുള്ള ഒരു രാജ്യം ഭരിക്കാൻ സാധിക്കുമോ? കേൾക്കുമ്പോൾ ഇതൊരു ഹോളിവുഡ് സ്പൈ ത്രില്ലർ സിനിമയുടെ കഥയാണ് എന്ന് തോന്നാം. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ശരിക്കും ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അത്യാധുനിക ഡ്രോണുകളെയും ഗൈഡഡ് മിസൈലുകളെയും ഭയന്ന് ഭൂമിയുടെ അടിയിലെ അതീവ രഹസ്യ ബങ്കറുകളിൽ ഒളിവിൽ കഴിഞ്ഞ് ഇറാന്റെ ഭരണം നിയന്ത്രിക്കുന്ന പുതിയ സുപ്രീം ലീഡർ ആരാണ്? മുൻ ഭരണാധികാരി അലി ഖമേനിയുടെ മരണശേഷം അധികാരമേറ്റ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി ഇപ്പോൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അന്താരാഷ്ട്ര മാധ്യമങ്ങളായ ഫസ്റ്റ് പോസ്റ്റും ടൈംസ് ഓഫ് ഇസ്രായേലും US ഇന്റലിജൻസിനെ ഉദ്ധരിച്ച് പുറത്തുവിട്ട വിവരങ്ങൾ കേട്ടാൽ ശരിക്കും ലോകം ഞെട്ടും. ഒസാമ ബിൻ ലാദൻ പണ്ട് അമേരിക്കയെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞ അതേ രഹസ്യ പ്ലേബുക്കാണ് ഇപ്പോൾ മുജ്തബ ഖമേനിയും ഇറാനിൽ പയറ്റുന്നത്. ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന ഈ ഞെട്ടിക്കുന്ന ബങ്കർ ഭരണത്തിന്റെ രഹസ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാന്റെ മൂന്നാമത്തെ സുപ്രീം ലീഡറായ മുജ്തബ ഖമേനി ഇപ്പോൾ കടുത്ത കമ്മ്യൂണിക്കേഷൻ നിയന്ത്രണങ്ങളോടെ പൂർണ്ണമായും ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഒളിവിലാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നുണ്ടായ കടുത്ത മിസൈൽ ആക്രമണത്തിലാണ് ഇറാന്റെ മുൻ ഭരണാധികാരി ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. അന്ന് ഈ മുജ്തബ ഖമേനിക്കും കടുത്ത പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും അന്ന് കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് കഴിഞ്ഞ മാർച്ചിൽ പുള്ളി ഇറാന്റെ പരമാധികാരിയായിട്ട് നിയമിതനായത്. പക്ഷേ അധികാരമേറ്റ അന്നു മുതൽ ഇന്ന് വരെ മുജ്തബ ഖമേനിയെ ഒരു പൊതുവേദിയിലും ആരും കണ്ടിട്ടില്ല, ഒരു പ്രസംഗം പോലും ആരും കേട്ടിട്ടുമില്ല. ശത്രുരാജ്യമായ ഇസ്രായേൽ തന്നെയും വധിച്ചേക്കാമെന്ന കടുത്ത പേടിയുള്ളതുകൊണ്ട് മുജ്തബ പൂർണ്ണമായും ഭൂമിയുടെ അടിയിലെ അതീവ സുരക്ഷിതമായ ബങ്കറിലേക്ക് മാറിക്കഴിഞ്ഞു. ഫോൺ കോളുകളോ ഇന്റർനെറ്റോ ഡിജിറ്റൽ ഉപകരണങ്ങളോ ഒന്നും പുള്ളിയുടെ അടുത്ത് പോലുമില്ല. കാരണം ഒരു ചെറിയ ഡിജിറ്റൽ സിഗ്നൽ ചോർന്നാൽ പോലും ഇസ്രായേലിന്റെ ഗൈഡഡ് മിസൈലുകൾ ബങ്കർ തകർക്കുമെന്ന് മുജ്തബയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ടാകും, ഫോണും ഇന്റർനെറ്റും ഒന്നുമില്ലാതെ പുള്ളി എങ്ങനെയാണ് ഇങ്ങനെ ഭരണം നടത്തുന്നത് എന്ന്. ഡിഫൻസ് എക്സ്പേർട്സ് പറയുന്നതനുസരിച്ച് മുജ്തബ ഖമേനി ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് സാക്ഷാൽ ഒസാമ ബിൻ ലാദന്റെ പ്ലേബുക്ക് ആണ് എന്നാണ്. 9/11 ആക്രമണത്തിന് ശേഷം ബിൻ ലാദൻ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഒരു കോമ്പൗണ്ടിൽ 10 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞത് ഇതേ രീതിയിലായിരുന്നു. പുറം ലോകവുമായിട്ട് യാതൊരു കേബിൾ കണക്ഷനും ഇല്ലാതെ വിശ്വസ്തരായ 2 കൊറിയേഴ്സ് വഴി മാത്രം കത്തുകളിലൂടെയാണ് ലാദൻ സന്ദേശങ്ങൾ അയച്ചിരുന്നത്. ഇന്ന് മുജ്തബ ഖമേനിയും ഒരു വലിയ നെറ്റ്വർക്ക് ഓഫ് മെസ്സഞ്ചേഴ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടം വിശ്വസ്തരായ മനുഷ്യദൂതന്മാർ വഴിയാണ് ഭരണം നിയന്ത്രിക്കുന്നത്. ഒരു മെസ്സേജ് സുപ്രീം ലീഡറിലേക്ക് എത്തണമെങ്കിൽ അത് പല കൈകൾ മറിഞ്ഞ് ഇന്റർമീഡിയറീസ് വഴി മാത്രമേ ബങ്കറിലേക്ക് പോകൂ. തിരിച്ചു മറുപടി വരുന്നതും ഇതേ റൂട്ടിലാണ്. ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറാന്റെ സ്വന്തം ഗവൺമെന്റിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർക്കോ മന്ത്രികൾക്കോ പോലും സുപ്രീം ലീഡർ എവിടെയാണ് എന്ന് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഏത് ഒളിത്താവളത്തിലാണ് ഉള്ളത് എന്ന് അറിയില്ല. ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ കടുത്ത രഹസ്യ സ്വഭാവം കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അമേരിക്കയാണ്. US-ഉം ഇറാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാനും ആണവ കരാറിനായിട്ട് ഇപ്പോൾ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ US എന്തെങ്കിലും ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു ഡീൽ ടേംസ് ഇറാൻ പ്രതിനിധികൾക്ക് കൊടുത്താൽ അതിന് സുപ്രീം ലീഡറുടെ ഭാഗത്തു നിന്ന് മറുപടി വരാൻ ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കുന്നുണ്ട്. ഒരു US ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതാണ് നിങ്ങൾ വാർത്തകളിൽ കാണുന്നത്. ചിലർ പറയും സുപ്രീം ലീഡർ ഡീലിന് സമ്മതിച്ചുവെന്ന്, ചിലർ പറയും ഫൈനൽ പോയിന്റുകൾക്കായിട്ട് കാത്തിരിക്കുകയാണ് എന്ന്. കാരണം അദ്ദേഹത്തിന് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം പഴയതായിരിക്കും. തിരിച്ചു വരുന്ന മറുപടിക്ക് വലിയ ലേറ്റൻസി അല്ലെങ്കിൽ ഒരു ഓവറോൾ ഡിലേ ഉണ്ടാകും. ഇറാൻ ഗവൺമെന്റിന്റെ ഉള്ളിലെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. ഇസ്രായേലിന്റെ ചാരന്മാർ തങ്ങളുടെ വിവരങ്ങൾ ചോർത്തുന്നു എന്ന പേടിയിൽ ഇറാന്റെ ഭൂരിഭാഗം ടോപ്പ് ലീഡേഴ്സും ഇപ്പോൾ ഒളിവിലാണ്. അവർ പരസ്പരം സംസാരിക്കുന്നത് പോലും നിർബന്ധമാണെങ്കിൽ മാത്രമാണ്. ഇറാൻ ഒഫീഷ്യൽസ് പരസ്പരം എങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷനിലാകുന്നത് കാണുമ്പോൾ ഒരു സിറ്റ്കോം കോമഡി സീരീസ് കാണുന്നത് പോലെ തോന്നുന്നു എന്നാണ് ഒരു US ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ പരിഹസിച്ചത്. അതേസമയം ഇറാൻ ഭരണകൂടം ഈ റിപ്പോർട്ടുകളെല്ലാം തള്ളിപ്പറയാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇനി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സുപ്രീം ലീഡറുടെ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ മസാഹെർ ഹൊസൈനിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. മുജ്തബ ഖമേനിക്ക് മിസൈൽ ആക്രമണത്തിൽ കാൽമുട്ടിനും പുറകിലും മാത്രമാണ് പരിക്കേറ്റത് എന്നും അദ്ദേഹം ഇപ്പോൾ ഫുൾ ഹെൽത്തിൽ ആണെന്നുമാണ് അവരുടെ വാദം. തങ്ങളുടെ സിസ്റ്റത്തിന്റെ അധിപൻ ഇപ്പോഴും ശക്തമായി കൂടെയുണ്ട് എന്ന് ജനങ്ങളെയും ലോകത്തെയും കാണിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ വാലി നസർ പറയുന്നത് ഇറാനിലെ റെവല്യൂഷണറി ഗാർഡ്സ് IRGC തന്നെയാണ് രാജ്യം നിയന്ത്രിക്കുന്നത് എന്ന വാർത്തകൾ തെറ്റാണ് എന്ന് കാണിക്കാനും സുപ്രീം ലീഡർ തന്നെയാണ് ഇപ്പോഴും അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് ഉറപ്പിക്കാനുമാണ് ഇറാന്റെ ഈ ഒരു ശ്രമം എന്നാണ്. എന്തൊക്കെ ആശയവിനിമയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഒരു പുതിയ സമാധാന കരാറിന്റെ അടിസ്ഥാന കാര്യങ്ങൾക്ക് മുജ്തബ ഖമേനി തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നാണ് US നൽകുന്ന ലേറ്റസ്റ്റ് വിവരം.
ബിൻ ലാദനെ പോലെ ലോകത്തിന്റെ കണ്ണിൽ പെടാതെ അതീവ രഹസ്യമായി ഭൂമിയുടെ അടിയിലിരുന്ന ഒരു രാജ്യം ഭരിക്കുന്ന മുസ്തഫ ഖമേനിയുടെ ഈ സ്ട്രാറ്റജി യുദ്ധത്തിൽ ഇറാനെ രക്ഷിക്കുമോ അതോ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കുമോ? ലോകം ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.